ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 653 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന ദൈവത്തിൻ്റെ വചനം നമുക്കറിയാമെങ്കിലും കൊടുക്കുന്നതിനേക്കാളും വാങ്ങുവാനാണ് നാം എല്ലാവരും താല്പര്യപ്പെടുന്നത്. അത് സ്നേഹമായാലും ബഹുമാനമായാലും അംഗീകാരമായാലും. ഒരിക്കൽ ഒരു ചെറുപട്ടണത്തിലെ ഒരു ബേക്കറിക്കാരൻ തൻ്റെ തൊട്ടടുത്തുള്ള കർഷകനിൽ നിന്നും വെണ്ണ വാങ്ങുവാനായിട്ട് തീരുമാനിച്ചു. തന്നോട് വെണ്ണ ആവശ്യപ്പെട്ടപ്പോൾ ഒരു പ്രത്യുപകാരം എന്നോണം അയാളുടെ ബേക്കറിയിൽ നിന്ന് റൊട്ടി വാങ്ങുവാനായിട്ട് ഈ കർഷകനും തീരുമാനിച്ചു. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. ഒരു ദിവസം ബേക്കറിക്കാരന് തോന്നി, തനിക്ക് ലഭിക്കുന്ന വെണ്ണയുടെ തൂക്കത്തിൽ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ആ വെണ്ണ തൂക്കി നോക്കി. സംഭവം ശരിയാണ്, തൂക്കത്തിൽ വ്യത്യാസമുണ്ട്. അയാൾക്ക് വലിയ ദേഷ്യവും അരിശവുമൊക്കെ ഉണ്ടായി. ഒന്നും ആലോചിക്കാതെ അയാൾ കോടതിയിൽ പരാതി നൽകി. വിശ്വാസവഞ്ചന, അളവിൽ മായം ഇവയാണ് ആരോപിക്കപ്പെട്ടതായ കുറ്റം. കോടതിയിൽ ന്യായാധിപൻ കർഷകനോട് ചോദിച്ചു, നിങ്ങൾക്ക് വെണ്ണയും മറ്റും അളക്കുവാനുള്ളതായ ത്രാസുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെയും തൂക്കിക്കൊടുക്കുന്നത്? അപ്പോൾ കർഷകൻ പറഞ്ഞു, ഞാൻ ഈ ബേക്കറിക്കാരൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്ന 1 കിലോ റൊട്ടി ഉപയോഗിച്ചിട്ടാണ് വെണ്ണ തൂക്കാറുള്ളത്. വെണ്ണയുടെ തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബേക്കറിക്കാരൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അളവുകളൊക്കെയും കൃത്യമായിരിക്കുവാനായിട്ട് ഇടയാകണം. സത്യസന്ധതയോടും നീതിയോടും ന്യായത്തോടും കൂടെ ഓരോ സാഹചര്യങ്ങളിലും ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.